ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓണമൊക്കെ നന്നായി ആഘോഷിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, നീ ഇത്രയൊക്കെ മലയാളം പറയൂ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങളിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പള്ളിയിലേക്ക് പോകണം. ഞായറാഴ്ച അല്ലേ? പള്ളിയിൽ ചെറിയൊരു ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട്, ചെറുതായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ വന്ന് വീട്ടിലത്തെ ഓണം സെലിബ്രേഷനൊക്കെ കൂടാം. എന്നാൽ പിന്നെ നമുക്ക് പോകാം. ഈ കാണുന്നതാണ് കേട്ടോ പള്ളി. അപ്പോൾ ഞങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൈ കിട്ടിയ പൂക്കൾ കൊണ്ടൊരു 5 മിനിറ്റ് കൊണ്ട് ഒപ്പിച്ചിട്ടൊരു പൂക്കളാണത്. ഒരു ചെറിയ പൂക്കളം, അത്രയും പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ പറിച്ചെടുക്കാനായിട്ട്. നമ്മൾ സദ്യ വാങ്ങുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ വാങ്ങിയ സദ്യ. ഇതിൽ ചോറില്ല, ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ അത് ചൂടാക്കി എടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇത് ആക്ച്വലി 2 പേർക്കുള്ള സദ്യയാണ്. നമ്മളിവിടെ 2 പേരല്ലേ കഴിക്കുന്നവരുള്ളൂ, അതുകൊണ്ട് 2 പേർക്കുള്ള സദ്യ. ഇതൊരു ഇലയുണ്ട്, പേപ്പർ വാഴയില. ഒന്നല്ല കേട്ടോ, 2 സോറി. പിന്നെ ഇതെന്താണെന്നറിയില്ല. സാധനം പപ്പടം, അത് നമ്മൾ തന്നെ വറക്കണം. ചക്ക വറുത്തത്, ശർക്കര വരട്ടി, ചിപ്സ്, ബനാന ചിപ്സ്, എരിശ്ശേരി, വിയൽ, പൈനാപ്പിൾ പച്ചടി, ചമന്തി, വെള്ളരി പച്ചടി, കൂട്ടുകറി, സാമ്പാർ, തീയൽ, ഓലൻ, ഇനിയുണ്ട് കേട്ടോ സാധനം വരെ. പായസം, ബോമിസലി പായസം, ബീട്രൂട്ട് പച്ചടി, മാംഗോ പിക്കിൾ, ജിഞ്ചർ കറി, തോരൻ, കാളൻ, ഏതാണ്ടൊരു സാധനം അറിയാൻ പാടില്ല. ദേവന് പിന്നെ അട പ്രഥമൻ, അടപ്പായസം. അത് വൈറ്റ് ലെമൺ പിക്കിൾ. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിനകത്തുള്ളത്. കൂടുകാലി. അപ്പം ഈ സാധനങ്ങളെല്ലാം ഈ കവറിൽ നിന്ന് മാറ്റിയിട്ട് മൈക്രോവേവ് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മൈക്രോവേവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രത്തിൽ വെച്ച് ചൂടാക്കി എടുക്കണം എന്നാണ് പറയുന്നത്. മൈക്രോവേവ് പ്രൂഫ് കണ്ടെയ്നറിൽ അത് ചൂടാക്കി എടുക്കണം എന്നാണ് പറയുന്നത്. ഇവരുടെ ഈ ഒറിജിനൽ പാക്കേജ് മാറ്റണം എന്നാണ് അവർ പറയുന്നത്. നമുക്കെന്നാൽ പിന്നെ അങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ജെഎസ് കറിയ ബ്ലോഗ്സിൻ്റെ ഓണാശംസകൾ. ഞാൻ ആക്ച്വലി ഈ ഓണസദ്യയെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ഓണ സെലിബ്രേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത് പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു പ്ലാൻ പോലും എനിക്കില്ലായിരുന്നു ബേസിക്കലി. അപ്പം ഞാനൊരു ചെറിയ വീഡിയോ, ഒരു ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പം
എനിക്ക് അടുത്തറിയാവുന്ന എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി എനിക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു. അതായത് ആ മെസ്സേജിൽ കണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് ഓണം ആഘോഷിക്കുന്ന തെറ്റാണ്, ഓണം ആഘോഷിക്കാൻ പറ്റില്ല, അത് മറ്റൊരു മതത്തിൻ്റെ ആചാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 40 വർഷത്തോളമായി ഓണം ആഘോഷിക്കുന്നു, ഇന്ന് വരെ അത് മറ്റൊരു മതത്തിൻ്റെ ആചാരമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിലല്ല നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുള്ളത്. നമ്മളെന്നും ഓണത്തിന് ഒരു കേരളത്തിൻ്റെ തനതായ ഉത്സവം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ എന്ന രീതിയിലാണ് നമ്മൾ കണ്ടുവരുമ്പോൾ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയോ ഒരു സെലിബ്രേഷൻ എന്ന രീതിയിൽ ഓണത്തിനെയും ഒന്നും ആരും ക്ലാസിഫൈ ചെയ്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ മുമ്പോട്ട് വരുന്നതെന്ന്. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഇത്രയും വർഷക്കാലം നമ്മൾ ഓണം ആഘോഷിച്ചത് ഓണം നമ്മുടെ കേരളത്തിൻ്റെതായ അല്ല കേരളത്തിൻ്റെ നമ്മൾ മലയാളികളുടേതായ ഒരു ഉത്സവം എന്ന രീതിയിലാണ്. അതിൻ്റെ പിന്നിലുള്ള കഥകളും മിത്തും മറ്റു കാര്യങ്ങളും അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതിമാനും സർവോപരി മാന്യനും ധർമ്മിഷ്ഠനും പ്രജാപരിപാലകനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കേരളവും കേരളത്തിലെ ജനങ്ങളും സമ്പദ് സമൃദ്ധിയിൽ ആറാടിയിരുന്നു. അവിടെ എന്താ പറയുക, കള്ളത്തരങ്ങളില്ലായിരുന്നു, കളവുകളില്ലായിരുന്നു, അഴിമതിയില്ലായിരുന്നു, മറ്റു പ്രശ്നങ്ങളില്ലായിരുന്നു, പട്ടിണിയില്ലായിരുന്നു. അപ്പം ഒരു എന്താ പറഞ്ഞാൽ ഒരു മൺമറഞ്ഞു പോയ ഒരു നല്ല കാലം, അല്ലെങ്കിൽ അത്രയും നല്ലൊരു നല്ല കാലം കേരളത്തിനുണ്ടായിരുന്നു. കേരളം അത്രയും വലിയൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു, അത്രയും നല്ലൊരു അവസ്ഥയിലുണ്ടായിരുന്നതാണ് കേരളം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു മെസ്സേജ് ഓണത്തിൽ നിന്ന് തരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഒരു നീതിമാനായ രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. ഇനി ഓണം ആഘോഷിക്കും, ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കും, ഓണം ആഘോഷിക്കണം. കാരണം അത് നമ്മുടെ ദേശീയോത്സവമാണ്. അത് നമ്മുടെ എന്താ പറയുക, നമ്മൾ പണ്ട് മുതലേ ആചരിക്കുന്ന ഒന്നാണ്. അതിനിപ്പോൾ ഈ പുതുതലമുറകളിൽ അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് കാലത്തിനുള്ളിൽ ഒരുപാട് മതപരമായ വേലിക്കെട്ടുകളൊന്നും അതിന് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങൾ കവർന്നെടുക്കുക അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടില്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെന്താണോ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ പൂക്കളോടും നല്ല ഒരു സദ്യ ഉണ്ടാക്കും, ഫാമിലിയോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ഇതൊക്കെ തന്നെയല്ലേ ഓണത്തിന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ക്ലബ്ബിൽ ഓണാഘോഷവും മറ്റു കാര്യങ്ങളൊക്കെ അത് അതിൻ്റെതായ വഴിയിൽ വേറെയുണ്ട്. ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഓണം ആഘോഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരാളെന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് ശരിക്കും ഓണം എന്ന് പറഞ്ഞിങ്ങനെ ആഘോഷിച്ചുകൂടാ, അത് വാമന ജയന്തിയാണ്. അത് എന്തോ ആയിക്കോട്ടെ, ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷെ ഞാൻ ആഘോഷിക്കുന്നത് ഓണമാണ്. ഞാൻ ആഘോഷിക്കുന്നത് കേരളത്തെ ഭരിച്ചിരുന്ന നീതിമാനും മാന്യനും സർവോപരി പ്രജാപരിപാലകനുമായ ആ രാജാവിന് ഉണ്ടായിരുന്നു, ആ രാജാവിൻ്റെ സുന്ദരമായ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊരു അനുസ്മരണയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഉള്ള പൊളിറ്റീഷ്യൻസിനോടൊക്കെ ഒരു ചലഞ്ച് പോലെ, ഇത്രയും നല്ലൊരു നാടായിരുന്നു എൻ്റേത്, നിങ്ങളെല്ലാം കൂടി ഈ അവസ്ഥയാക്കി തന്നല്ലോ എന്നൊരിത്. അപ്പം അതിലപ്പുറം ഓണത്തിന് ഞാൻ പ്രത്യേകിച്ച് എന്താ പറയുക മൂല്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പം എന്തായാലും എല്ലാവരും ഓണം ആഘോഷിക്കണം. ഓണം നമ്മുടെ ഉത്സവമാണ്. അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഉത്സവമല്ല, നമ്മളെല്ലാ മലയാളികളുടെയും ഉത്സവമാണ്. നമ്മുടേത് മാത്രമാണ് ആ ഉത്സവം. നമ്മളതെല്ലാവരും ആഘോഷിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.